എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് റെഡ് ക്യാബേജ് ആണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റെഡ് ക്യാബേജിൻ്റെ ഒരു പിക്കിളാണ് കേട്ടോ. അപ്പോൾ ഈ റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ റെഡ് കളറ് തന്നെ അതിൽ ആന്തോസയാനിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ റെഡ് കളറ്. അത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അകാലനര തടയാനും വാർദ്ധക്യം തടയാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ നിറച്ച് ആൻറ്റി ഓക്സിഡൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളം ഉണ്ട്. അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറവ് കലോറി ഉള്ളൂ. ഇത് നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ കലോറി കൂടാത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയ ഒട്ടും കലോറി ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെയൊക്കെ സലാഡ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഗ്ലൂട്ടാമിൻ എന്നൊരു അമിനോ ആസിഡ് ഉണ്ട്. അത് അൾസറിനെ തടയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അൾസറൊക്കെ ഉള്ള ആളുകൾ ഈ റെഡ് ക്യാബേജിൻ്റെ സലാഡും അതുപോലെ തന്നെ പിക്കിളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വിറ്റാമിൻ കെ, കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബോൺ ഹെൽത്ത്, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ പ്രതിരോധിക്കാനും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തിനെ പുറന്തള്ളാനൊക്കെ ഈ റെഡ് ക്യാബേജ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളാരും ഇത് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കണ്ടാൽ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിന് നമുക്ക് കുറച്ച് പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പ്രിസർവ് ചെയ്തെടുത്ത് വെക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇത് പ്രിസർവ് ചെയ്യുന്നില്ല. എനിക്കിതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളതേ ഉള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുകയാണ് കേട്ടോ. നല്ലോണം ഉപ്പ് എല്ലായിടത്തേക്കും ആകണ രീതിയിലൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക്, ഒരു ചില്ല് പാത്രത്തിലേക്ക് എടുത്തിട്ട് നല്ലോണം അമർത്തി ഇടയിൽ സ്പേസ് ഇല്ലാത്ത രീതിയിൽ അതിലേക്ക് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ പുറത്തേക്ക് വയ്ക്കും. പിന്നെ പിറ്റേ ദിവസം അപ്പോൾ ഉപ്പും ആ എരിവൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം തൊട്ട് നമ്മളതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഏത് ചോറായാലും ചപ്പാത്തി ആയാലും എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ ഇത് കുറച്ച് എടുത്ത് പിള്ളേർക്ക് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും അത്ര വലിയ ഇഷ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പച്ചക്കറി കഴിപ്പിക്കാനുള്ള എളുപ്പവഴിയാണ് ഇങ്ങനെയുള്ളത്. കാരണം അവർ പുറത്തേക്കൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെ സലാഡുകളൊക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് വീട്ടിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മുടി വളരാനും ചർമ്മം നന്നാവാനും അതുപോലെ തന്നെ പല്ല് നന്നാവാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ സൂത്രത്തിൽ ഇതൊക്കെ നമുക്ക് കഴിപ്പിക്കാം കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് കിട്ടുന്നത് എന്തിനേയും ഇങ്ങനെ പ്രൊബയോട്ടിക് ആക്കി പിക്കിളാക്കിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇങ്ങനത്തെ പ്രൊബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ശീലമാക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക്